Hello everyone, welcome back. So last class നമ്മൾ ഡിസ്കസ് ചെയ്തത് സേവ്ഡ് ഓഡിയൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസ്റ്റം ഓഡിയൻസ് ആണ്. എന്താണ് ഈ കസ്റ്റം ഓഡിയൻസ് എന്നുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഓഡിയൻസ് ആണെന്ത് കസ്റ്റം ഓഡിയൻസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളില്ലേ, ഇവരേതെങ്കിലും വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് വിചാരിക്കാം. സോ നിങ്ങൾ സ്പെസിഫിക് ഷർട്ട് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ ഷൂസ് ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ നോക്കി. സോ വൺസ് ഇതൊക്കെ നോക്കി നിങ്ങൾ എന്താക്കി തിരിച്ച് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ വരികയാണ്. എന്നിട്ട് ഈ സെയിം പ്രൊഡക്റ്റിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ലേ? സോ ഇങ്ങനത്തെ ഓഡിയൻസിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ള നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഓഡിയൻസിന് നമ്മൾ സെറ്റപ്പ് ചെയ്യുക കസ്റ്റം ഓഡിയൻസിൻ്റെ അകത്താണ്. സോ നിങ്ങൾ ആഡ്സ് മാനേജറിന്റെ ഡാഷ്ബോർഡിലേക്ക് വരിക, എന്നിട്ട് ഓഡിയൻസിലേക്ക് വരിക, എന്നിട്ട് അതിൽ കസ്റ്റം ഓഡിയൻസ് എന്ന് കാണാൻ പറ്റും. So just a custom audience definition എന്താണ്? Connect with people who have already shown an interest in your business or product with custom audience. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ മുന്നേ താല്പര്യം കാണിച്ചിട്ടുള്ള ആളുകൾ. ഓക്കെ, ജസ്റ്റ് കസ്റ്റം ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു വിൻഡോ നിങ്ങളുടെ മുന്നിലേക്ക് പോപ്പപ്പ് ആയിട്ട് വരും. ഇവിടെ കാണാൻ പറ്റുമെന്ത്? കണക്ട് വിത്ത് പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി ഷോൺ ഇൻട്രസ്റ്റ് ഇൻ യുവർ ബിസിനസ് ഓർ പ്രോഡക്റ്റ്. ഇനി എങ്ങനെയായിരിക്കും ഇവർ താല്പര്യം കാണിച്ചിട്ടുള്ളത്? അതിന് നമുക്ക് രണ്ട് സോഴ്സുകളാണുള്ളത്. ഒന്നെന്നുള്ളത് യുവർ സോഴ്സ്, അതായത് ആസ് എ ബിസിനസ് നമ്മുടെ കയ്യിൽ കുറേ സോഴ്സുകൾ ഉണ്ടാവും അല്ലേ. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവും, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, നമ്മുടെ കസ്റ്റമർ ഡാറ്റ ഉണ്ടാവും. ഈ ഡാറ്റാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരിലേക്ക് പിന്നെയും എത്തിക്കാൻ പറ്റും. പിന്നെ താഴെയുള്ളത് മെറ്റാ സോഴ്സ് ആണ്, അതായത് മെറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സുകൾ. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാം? മെറ്റാ സോഴ്സ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? വീഡിയോ എന്നുള്ളത്. ഇതിന് അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. അതായത് നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മളെ വീഡിയോസ് കണ്ട ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ജസ്റ്റ് വീഡിയോ എന്നുള്ളത് ചൂസ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. സോ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഗേജ്മെന്റ് എന്നുള്ളത്. എന്ത് ടൈപ്പ് ഓഫ് എൻഗേജ്മെന്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കാണാൻ പറ്റും നമ്മൾ നെക്സ്റ്റ് ലെവലിലാണ് വീഡിയോ ചൂസ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇവിടെ കാണാൻ പറ്റും പീപ്പിൾ ഹു ഹാവ് വ്യൂഡ് അറ്റ്ലീസ്റ്റ് 3 സെക്കൻഡ് ഓഫ് യുവർ വീഡിയോ. നിങ്ങളുടെ വീഡിയോ 3 സെക്കൻഡ് കണ്ടിട്ടുള്ള ആളുകൾ, 10 സെക്കൻഡ് കണ്ട ആളുകൾ, 15 സെക്കൻഡ് കണ്ട ആൾക്കാർ കണ്ടില്ലേ, 25 സെക്കൻഡ്, 50%, 75%, 95%, ഇങ്ങനെ ലൈക്ക് പെർസെൻറ്റേജ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 3 സെക്കൻഡ് ചൂസ് ചെയ്യാണ്. ഓക്കെ, 3 സെക്കൻഡ് ചൂസ് ചെയ്ത് നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും സെലക്ട് വീഡിയോസ് എന്നുള്ളത്. ഏത് വീഡിയോയുടെ 3 സെക്കൻഡ് കണ്ട ആൾക്കാർ. സോ നെക്സ്റ്റ് ആ വീഡിയോ ചൂസ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് 2 സോഴ്സുകളുണ്ടാവും. വീഡിയോ സോഴ്സ് എന്ന് കാണാൻ പറ്റും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പ്രൊഫഷണൽ അക്കൗണ്ട് ഉണ്ട്, ക്യാമ്പയിൻ ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പ്രൊഫഷണൽ അക്കൗണ്ടും ആണ്. ജസ്റ്റ് ഞാൻ എന്താക്കി ഇൻസ്റ്റഗ്രാം ചൂസ് ചെയ്യാണ്. ഇനി ഇവിടെ എനിക്ക് ആക്സസ് ഉള്ള എല്ലാ പേജസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൾറൈറ്റ്, ഞാൻ ജസ്റ്റ് ഒരു പേജ് ചൂസ് ചെയ്യാണ്. സോ ഇനി ഈ ഒരു പേജിൽ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോ കോണ്ടന്റ്സ് നിങ്ങളുടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചൂസ് ചെയ്യാനില്ല. ഏകദേശം ഒരു 3K വ്യൂസ് ഉണ്ട് ഈ ഒരു വീഡിയോക്ക്. ജസ്റ്റ് ഈ വീഡിയോ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും അറ്റ് എ ടൈം ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ചൂസ് ചെയ്യണം, എന്നിട്ട് കൺഫേം കൊടുക്കുക. ഇനി ഇവിടെ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് കാണാൻ പറ്റും. ഈ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് ഇവരൊരു വീഡിയോ കണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് എത്ര ഡേയ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ പറ്റും. സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു വീഡിയോ ഏകദേശം 1 മില്യൺ ആൾക്കാർ കണ്ടു എന്ന് വിചാരിക്കുക ഓർഗാനിക്കലി. ഈ കണ്ട ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾ അഡ്വർടൈസ്മെന്റുമായിട്ട് നിങ്ങളുടെ പരസ്യം അവരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്പെസിഫിക് ആയിട്ട് ആ വീഡിയോയുടെ 50% അല്ലെങ്കിൽ ആ വീഡിയോ പകുതിയിലധികം കണ്ട ആൾക്കാർ, ഈ പകുതി ഇതിൻ്റെ വ്യത്യാസം എന്താണ്? അതായത് ആളുകളുടെ താല്പര്യം, ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഇൻക്രീസ് ആയിട്ട് വരും. നമ്മളിപ്പോൾ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവില്ലേ? എയ്തർ നമുക്ക് ആ പ്രൊഡക്റ്റിലോ സർവീസിലോ താല്പര്യം ഉണ്ടാവില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ കംപ്ലീറ്റ് ആയ വീഡിയോ കാണാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസിന് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻലി നമ്മൾ ഈ കസ്റ്റം ഓഡിയൻസ് യൂസ് ചെയ്യുക റീടാർഗറ്റിംഗും അതേപോലെ റീമാർക്കറ്റിംഗ് പർപ്പസിനുമാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇനി ഇവിടെ ഓഡിയൻസിന് നെയിം കൊടുക്കുക, സേവ് കൊടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ അതാണ് വീഡിയോ എന്നുള്ളത്. നെക്സ്റ്റ് എന്നുള്ളത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് അവരുടെ അഡ്വർടൈസ്മെന്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ ആ ഓഡിയൻസ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചൂസ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക.
ഇവിടെ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ വേണ്ടി പറ്റും, കണ്ടല്ലേ? ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഹു സ്റ്റാർട്ടഡ് ഫോളോയിങ് ദിസ് പ്രൊഫഷണൽ അക്കൗണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, കണ്ടല്ലേ? ഹു എൻഗേജ് ദിസ് പ്രൊഫഷണൽ അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ടുമായിട്ട് എൻഗേജ്ഡ് ആയ ആൾക്കാർ. എന്താണ് എൻഗേജ്മെന്റ് എന്നുള്ളത് കാണാൻ പറ്റും. നമ്മൾ ആഡ്സ് ലൈക്ക് ചെയ്ത ആൾക്കാർ, കമന്റ് ചെയ്ത ആൾക്കാർ, ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, സേവ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇത്തരം ആക്ഷൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? ഇവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് എന്താണ് ഈ ഒരു സെഗ്മെന്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താക്കുക, പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അലൈൻ ചെയ്ത് എന്താക്കുക ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്, കണ്ടല്ലേ? പിന്നെ താഴെ റിട്ടൻഷൻ ഉണ്ട്. റിട്ടൻഷൻ എന്താണ്, എത്ര ദിവസം കൊണ്ടാണ് ഇവർ ഈ ആക്ടിവിറ്റി ചെയ്തതെന്നുള്ളത്. ബാക്ക് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ലീഡ് ഫോം ഉണ്ട്. നമ്മൾ ഫേസ്ബുക്ക് നമ്മളിപ്പം ആഡ് ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലീഡ് ജനറേഷൻ ക്യാമ്പയിനിൽ ഒരു സ്പെസിഫിക് ഓപ്ഷൻ ആണ് എന്ത്, ഇൻസ്റ്റന്റ് ഫോം എന്നുള്ളത്. സോ ഈ ഇൻസ്റ്റന്റ് ഫോമുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ലീഡ് ഫോം ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. സോ നമുക്ക് 3 ഓപ്ഷൻസ് ആണല്ലോ എന്ത്, എനിവൺ ഹു ഓപ്പൺ ദിസ് ഫോം, എൻ്റെ ആ ഒരു ഇൻസ്റ്റന്റ് ഫോം ഓപ്പൺ ആക്കിയിട്ടില്ല എല്ലാ ആളുകളും. സെക്കൻഡ് എന്താണ്, ഹു ഓപ്പൺ ബട്ട് ഡിഡ്ന്റ് സബ്മിറ്റ് ഫോം, അവർ ഓപ്പൺ ആക്കി പക്ഷെ എന്താക്കിയില്ല, അവർ ഫോം സബ്മിറ്റ് ചെയ്തില്ല. തേർഡ് എന്താണ്, ഹു ഓപ്പൺഡ് ആൻഡ് സബ്മിറ്റഡ് ഫോം. ഇങ്ങനെ 3 കാറ്റഗറി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് താഴെ പേജ് ചൂസ് ചെയ്യുക. ഇനി എന്താക്കുക, ലീഡ് ഫോംസ് അല്ലേ, സ്പെസിഫിക് ആയിട്ട് ലീഡ് ഫോംസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടല്ലേ? ഇവിടെ ലീഡ് ഫോമിൻ്റെ അകത്ത് നിങ്ങൾ ആ പേജിൽ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള എല്ലാ ഇൻസ്റ്റന്റ് ഫോംസ് എന്തായിരിക്കും വിസിബിൾ ആയിട്ട് വരും. ഓൾറൈറ്റ്, ഇതിന് റിട്ടൻഷൻ ഉണ്ട്. ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര ഡേയ്സിനുള്ളിലാണ് അവർ ആ ഒരു ആക്ടിവിറ്റി ചെയ്തെന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇനി ഇവന്റ്സ് ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ഇവന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ, പിന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ, കണ്ടല്ലേ? നമ്മുടെ ഷോപ്പിംഗ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ, നമ്മുടെ ഫേസ്ബുക്ക് ലിസ്റ്റിംഗ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഇത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാത്തിനും മൾട്ടിപ്പിൾ ഇവന്റ്സുകൾ ഉണ്ടാവും. സ്പെസിഫിക് ഇവന്റ് ചെയ്ത ആൾക്കാരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഇത് മെറ്റാ സോഴ്സ് എന്നുള്ളത്. നെക്സ്റ്റ് എന്നുള്ള യുവർ സോഴ്സ് ആണ്. അതായത് ആസ് എ ബിസിനസ് നമ്മുടെ കയ്യിൽ കുറച്ച് സോഴ്സുകൾ ഉണ്ടാവും അല്ലേ? ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റ്, നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് നെക്സ്റ്റ് കൊടുക്കാം. സോ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് മെറ്റാ പിക്സൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാരെ റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് മെറ്റാ പിക്സൽ കണക്ട് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നുള്ളത് കസ്റ്റമർ ലിസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കും. ഈ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആളുകളെ റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റോ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഉണ്ട്, അവരുടെ മെയിൽ അഡ്രസ് ഉണ്ട്, അവരുടെ ഫോൺ നമ്പർ ഉണ്ട്. ഈ ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ട് ഈ ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കസ്റ്റമർ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഡാറ്റ എന്നുള്ളത് ഒന്നെങ്കിൽ അത് CSV ഫോർമാറ്റിലായിരിക്കണം, അല്ലെങ്കിൽ അത് TXT ഫോർമാറ്റിലായിരിക്കണം. ഈ 2 ഫോർമാറ്റാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. ഓക്കെ, സോ ഇനി ആ ഷീറ്റിൻ്റെ അകത്ത് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ മസ്റ്റ് ആയിട്ട് വേണം. ഒന്നെങ്കിൽ അവരുടെ മെയിൽ അഡ്രസ്സ് വേണം, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ വേണം, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിം, സെർ നെയിം, അല്ലെങ്കിൽ ആപ്പ് യൂസർ ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ മസ്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഇമെയിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ ഫോൺ നമ്പർ, അല്ലെങ്കിൽ നെയിം. ഇതിനെ ബേസ് ചെയ്താണ് എന്താക്കുക, മെറ്റ ആ ഒരു ആളെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, സിറ്റി ആഡ് ചെയ്യാം, കൺട്രി ആഡ് ചെയ്യാം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം, ഇയർ ഓഫ് ബർത്ത്, ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറൈറ്റ്, ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കൊടുത്ത് കിട്ടും, കണ്ടല്ലേ? ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ കൊടുത്താൽ മതി, കണ്ടല്ലേ? ഇമെയിൽ, ഫോണ്, കണ്ടോ, സിപ്പ് കോഡ്. ഈ ഒരു രീതിയിൽ എന്താക്കുക, നിങ്ങൾ CSV ഫോർമാറ്റിൽ നിങ്ങൾ ഡാറ്റാസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് എ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടല്ലേ? ജസ്റ്റ് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഓഡിയൻസിന് നെയിം കൊടുക്കുക, എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. കണ്ടോ, ഓൾറെഡി മാപ്പ് ആയത് വന്നിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഡാറ്റ മാപ്പ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ഷൻ ഇടുന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഇതിൽ ഓരോ ഡാറ്റ സ്പെസിഫൈഡ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ മാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇമ്പോർട്ടൻറ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആവും. വളരെ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് കൂടിയാണ് ഇത്. ഓക്കെ, ഇനി
നെക്സ്റ്റ് എന്നുള്ളത് ആപ്പ് ആക്ടിവിറ്റി ആണ്. നമ്മുടെ ആപ്പിൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇനീഷ്യലി എന്താക്കണം, നമ്മുടെ ആപ്പും അതുപോലെ തന്നെ മെറ്റയും കണക്ട് ചെയ്യാനുണ്ട്. അതും ഞാൻ നെക്സ്റ്റ് പോർഷനിൽ കവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഓഫ്ലൈൻ ആക്ടിവിറ്റി ആണ്. എന്താണ് ഓഫ്ലൈൻ ആക്ടിവിറ്റി എന്നുള്ളത്? There is an audience of people who have interacted with your business in store, over the phone or by other offline channels. അതായത് ഈ ഓഫ്ലൈൻ ചാനൽസ് ത്രൂ നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. നേരത്തെ കൊടുത്ത കസ്റ്റമർ ലിസ്റ്റ് പോലെ തന്നെയാണ് നമ്മൾ ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ടാണ് എന്താക്കേണ്ടത്, ഈ ഒരു ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. നമ്മളുടെ കാറ്റലോഗ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. നമുക്ക് മെറ്റാ പ്ലാറ്റ്ഫോമിൽ കാറ്റലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഇത്രയും ആക്ടിവിറ്റീസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ ആക്ടിവിറ്റീസ് ചെയ്ത ആൾക്കാർ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആക്ടിവിറ്റി ചെയ്ത ആൾക്കാർ, നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാർ, നമ്മുടെ സ്റ്റോറിൽ വിസിറ്റ് ആൾക്കാർ ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു കസ്റ്റം ഓഡിയൻസ് നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ എന്താക്കുക, മാക്സിമം സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തിട്ട് കസ്റ്റം ഓഡിയൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ടിന് ഒന്നും കൂടെ ക്വാളിറ്റി ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ഓഡിയൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.